ആളുകൾ ഭയങ്കര ഇതാണ്. ഗസയിലെ പൊന്നു മക്കളുടെ ചോര കണ്ട് കൊതി തീരാത്ത ഈ രാജ്യം കേരളത്തിൻ്റെ പ്രതിഷേധം അറിയിക്കുക തന്നെ വേണം. ഗസ, അർജൻറ്റീന, മറ്റേ സാധനം ഷെയർ ചെയ്യുക. ഇനിയും ഈ സയനിസ്റ്റ് രാജ്യത്തെ ഇഷ്ടപ്പെടുന്നവർ അറിയട്ടെ അവരുടെ രാജ്യത്തിന്. അപ്പം അർജൻറ്റീനയും ഇപ്പോൾ സയനിസ്റ്റ് രാജ്യമായി മാറി. അല്ല, മെസ്സി ആലോചിക്കട്ടോ, ഇതൊക്കെ താൻ എന്നോട് എന്തിനാട്ടോ? അതാണ് ഇതിലെ പോയിന്റ്. അതായത് ഈ എന്താണ് ക്രിക്കറ്റിൽ മതം കലർത്തുന്നു എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിരുന്ന ആളുകളാണ് ഇവിടെ. ഓക്കെ, ക്രിക്കറ്റിൽ മതം കലർത്തുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കളി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഹിന്ദുത്വ കലർത്തുന്നു എന്ന് നിലവിളിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ ഫുട്ബോളിൽ ഇസ്ലാമും ഈ പറയുന്ന സാധനമൊക്കെ കലർത്തുന്ന ആരാണ്? ഈ ഗാസയിൽ ഈ മതമല്ലാതെ വേറെ എന്താണ് അവരുടെ പ്രശ്നം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ രാജ്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. അതിനെക്കുറിച്ച് ഇവരെപ്പോഴും ഈ റഷ്യയെ എതിർക്കുന്ന എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. റഷ്യ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉക്രൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നരനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞവർ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർക്ക് പ്രശ്നം ഇതാണ്. ഈ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. പാകിസ്ഥാൻ കളി നടക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കളി 2-3 ദിവസം മുന്നല്ലേ നടന്നത്? അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രശ്നമില്ല അല്ലേ? അപ്പോൾ പ്രശ്നമില്ലെന്നേ. അതാണല്ലോ, എന്തെല്ലാം പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ നടക്കുന്നു. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പ്രശ്നം ഇതാണ്. ഈ മതം തന്നെയാണ് ഇതിൻ്റെ വിഷയമായിട്ട് വരുന്നത്. ആ മതം തലയ്ക്ക് കയറുകയാണ്. ഇത് ഇറങ്ങി തിരിച്ചിരിക്കുന്ന മുഴുവൻ കാക്കാമാരുമാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം.